ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തേക്കാണ് ഇത്തവണത്തെ യാത്ര. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന പോയിന്റിലേക്ക് ഒരു സൺറൈസ് ട്രക്കും ഇൻഡോ ടിബറ്റൻ ബോർഡറിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമൊക്കെ കാണാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തവണത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അരുണാചൽ പ്രദേശിലെ ടെസു എന്ന ചെറിയ ടൗണിൽ നിന്ന് 8 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോങ് വാലി എന്നൊരു സ്ഥലത്തെത്തും. രാവിലെ ടെസുവിൽ നിന്ന് ഡോങ്ങിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട്, അതിൽ പോകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ സ്ട്രൈക്ക് എന്തോ ആയതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ബസ് ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പകുതി ദൂരം ഒരു ഷെയർ ടാക്സിയിൽ വന്നു. അവിടെ നിന്ന് ഈ പെൺകുട്ടിയുടെ കൂടെ ഒരു പിക്കപ്പ് വാനിൽ കയറിയിട്ട് അവരുടെ വില്ലേജിലേക്ക് പോയി. ഹവായി എന്നൊരു ഗ്രാമത്തിലാണ് ഇവരുടെ വീട്. അവിടെ 500 രൂപയ്ക്ക് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു. പൊതുവേ ഈ ഏരിയയിൽ അക്കോമഡേഷൻ കിട്ടാൻ പാടായതുകൊണ്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവിടെ നിന്ന് ഡോങ്ങിലേക്ക് ഒരു ലോറി കിട്ടി. ഡോങ്ങിൽ ഒരു പുതിയ ഹോം സ്റ്റേ തുടങ്ങുന്നുണ്ട്. സോ അങ്ങോട്ടുള്ള സാധനങ്ങളുമായിട്ട് ടെസ്സുയിൽ നിന്ന് വന്ന ലോറിയാണിത്. ടെസ്സു മുതൽ ഡോങ് വരെയുള്ള 200 കിലോമീറ്റർ ദൂരം ലോഹിത് റിവറിൻ്റെ സൈഡിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഈ റിവറിൻ്റെ കരയിലൂടെ വളഞ്ഞു പൊളഞ്ഞുള്ള ഈ റോഡിൽ കൂടെയുള്ള യാത്ര തന്നെ അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചറാണ്. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏരിയ ഫുള്ള് ലാൻഡ് സ്ലൈഡ് ആയിരിക്കും. ആ സമയത്ത് ഇങ്ങോട്ട് വരുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. ഇതാണ് ഡോങ് വാലി. ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഡോങ്. ഈ സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് നാളെ രാവിലെ ഞങ്ങൾ ട്രക്കിംഗ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലോഹിത് റിവറിൻ്റെ തീരത്ത് ഒരു ക്യാമ്പ് സൈറ്റിലാണ് ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഒരാൾക്ക് 500 രൂപയാണ് ഈ ക്യാമ്പ് സൈറ്റിലെ റേറ്റ്. ഈ ക്യാമ്പ് സൈറ്റിൽ തന്നെ ഒരു ഹോട്ട് സ്പ്രിങ് ഒഴുകുന്നുണ്ട്. ഭൂമിയുടെ ഇൻറ്റേർണൽ ഹീറ്റ് കാരണം ചൂടായ ഭൂഗർഭജലം ഉറവകളിലൂടെ പുറത്തേക്ക് വരുന്നതിനാണ് ഈ ഹോട്ട് സ്പ്രിങ് എന്ന് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കുന്നത് മസിൽ പെയിൻ, സ്ട്രെസ്സ്, അതുപോലെ സ്കിൻ ഡിസീസൊക്കെ കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ഷീറ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് പ്രൈവസിയോടെ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കാനായിട്ട് ഒരു സ്പേസ് ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്യാമ്പ് സൈറ്റ് താമസിക്കുന്നവർക്കും മാത്രമല്ല പുറമേയുള്ള ആൾക്കാർക്കും ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഈ ഹോട്ട് സ്പ്രിങ് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല ചൂടാണ്, ശരിക്കും നല്ല ചൂടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് തിളപ്പിച്ച വെള്ളത്തിൽ കിടക്കണ പോലുണ്ട്. ക്യാമ്പ് സൈറ്റിനോട് ചേർന്ന് തന്നെ ഒരു വലിയ തൂക്കുപാലമുണ്ട്. ഡോങ്ങിലെ മെയിൻ റോഡും ഡോങ് വില്ലേജും കണക്ട് ചെയ്യുന്നത് ഈ പാലമാണ്. നടന്നു പോകുന്നവർക്കും 2 വീലറുകൾക്കും ഈ പാലം യൂസ് ചെയ്യാം. അതിലും വലിയ വാഹനങ്ങൾ മെയിൻ റോഡ് വഴി ഏകദേശം 30 കിലോമീറ്ററിന് മുകളിൽ കറങ്ങി വേണം ഡോങ് വില്ലേജിൽ എത്താനായിട്ട്. ഏകദേശം 1.5-2 മണിക്കൂർ നേരത്തെ യാത്രയാണ് ഈ പാലം കാരണം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം പാലങ്ങൾ അരുണാചൽ പ്രദേശിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാലത്തിൻ്റെ നടുക്ക് എത്തിക്കഴിയുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ആട്ടമുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ലോഹിത് റിവറിൻ്റെയും ഡോങ് വാലിയുടെ യഥാർത്ഥത്തിലുള്ള ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോങ് വില്ലേജാണ്. ആകെ 4-5 വീടുകൾ മാത്രമേ ഞങ്ങളവിടെ കണ്ടോളൂ. ഈ വീടുകളിലെല്ലാം ഈ സൺറൈസ് ട്രക്കിന് വരുന്ന ആൾക്കാർക്ക് ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള ഒരു സൗകര്യം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മ്യാൻമാറിനോടും ടിബറ്റിനോടും ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളായതുകൊണ്ട് എപ്പോഴും ആർമിയുടെ സർവൈലൻസ് ഉള്ള ഏരിയ ആണ് ഇതെല്ലാം. സമയം ഇപ്പോൾ രാവിലെ 1:45. ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് കാണാനായിട്ട് നമ്മൾ പോവുകയാണ്. ട്രക്ക് സ്റ്റാർട്ട് ചെയ്തത് രാത്രി 2:30-ക്കാണ്. ഇവിടുത്തെ വില്ലേജിൽ ഒരാൾ ഗൈഡായിട്ട് വരും. ഇന്ന് ഈ ചേച്ചിയാണ് ഞങ്ങളുടെ ഗൈഡായിട്ട് വരുന്നത്. ട്രക്കിങ്ങിന് ഒരാൾക്ക് 500 രൂപയാണ് ഫീസ്. ഗൈഡില്ലാതെ ട്രക്ക് ചെയ്യരുതെന്നുള്ള ബോർഡ് ഇവിടെ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ടും ആർമിയുടെ പ്രസൻസ് ഉള്ള ബോർഡർ ഏരിയ ആയതുകൊണ്ടുമൊക്കെ ഗൈഡില്ലാതെ ട്രക്ക് ചെയ്യാൻ നോക്കുന്നത് ശരിക്കും മണ്ടത്തരമാണ്. 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ടോപ്പിലെത്തും. ഈ 1.5 മണിക്കൂറും കുത്തനെയുള്ള കയറ്റമാണ്. നല്ല ഇരുട്ടായതുകൊണ്ട് പോയ വഴിയൊന്നും കാണാൻ പറ്റിയില്ല. ഏകദേശം 4 മണിയാകുമ്പോഴേക്കും ടോപ്പിലെത്തി. ഇതിപ്പോൾ സമ്മർ ആയിരുന്നെങ്കിൽ ഈ സമയത്ത് തന്നെ ഇവിടെ സൺറൈസ് ഉണ്ടായേനെ. പക്ഷേ ഇപ്പോൾ വിൻ്ററാണ്. വിൻ്ററിൽ സൺറൈസ് ലേറ്റായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആവും സൂര്യൻ ഉദിക്കാനായിട്ട്. അതുപോലെ നല്ല തണുപ്പാണ്. ഏകദേശം 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്താണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഈ ഗൈഡ് ഉണ്ടാക്കിയ ഈ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും കൂടി നിന്നിട്ടാണ് സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്.
ക്ലൗഡി ഡേ ആയതുകൊണ്ട് ഭയങ്കര കളർഫുള്ളായ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ നേരം വെളുത്ത് സൺലൈറ്റ് വന്ന് കഴിഞ്ഞപ്പോഴാണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലായേ. ഇവിടെ ഫുള്ള് ഗോൾഡൻ കളറിലുള്ള പുൽമേടുകളാണ്. അതിൻ്റെ ഇടയിലൂടെ പൈൻ മരങ്ങളുണ്ട്. പല ട്രാവലേഴ്സും നല്ല സൺറൈസ് കാണാൻ പറ്റിയില്ല എന്ന് പരാതി പറയണ്ടായി. പക്ഷെ ശരിക്കും ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രമായിട്ട് ഈ ട്രെക്ക് ചെയ്താലും അത് വെർത്താണ്. തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് നമ്മൾ കയറി വന്ന കയറ്റമൊക്കെ ശരിക്കും കണ്ടേ. ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് കണ്ടു എന്നതിനേക്കാളും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കാണാൻ പറ്റിയെന്ന സന്തോഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. നമുക്കിവിടുന്ന് പോകേണ്ടത് ചൈന ബോർഡറിലുള്ള കിബുത്തു എന്നൊരു വില്ലേജിലാണ്. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം 2 മണിക്കൂറോളമായി വെയിറ്റ് ചെയ്യുന്നു. വണ്ടിയൊന്നും വന്നില്ല. ഇനി എപ്പോഴാണ് വണ്ടി കിട്ടുക, കിബുത്തുവിൽ എത്താൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. വണ്ടിയൊന്നും വരുന്ന ലക്ഷണം കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ നടക്കാമെന്ന് വെച്ചു. ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കാണിച്ച് കയറി പോവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒരു ഹോം സ്റ്റേ ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഒരൊറ്റ ഹോം സ്റ്റേ പോലും ഇല്ലാത്തൊരു വില്ലേജാണ് കിബുത്തു. ഈ കിബുത്തുവിലേക്ക് ഞങ്ങൾ എങ്ങനെ എത്തിയെന്നും എവിടെ സ്റ്റേ ചെയ്തു എന്നതൊക്കെ നെക്സ്റ്റ് വീഡിയോയിലാണുള്ളത്. കിബുത്തുവിലെയും ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ ഗ്രാമമായിട്ടുള്ള കഹോ വില്ലേജും ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അരുണാചൽ പ്രദേശിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.